വെനസ്ഡേക്ക് ബോധം വന്നപ്പോൾ അമ്മയുടെ ക്വാർട്ടേഴ്സിലാണവൾ. സൈക്കിക് എബിലിറ്റി ഒരുപാട് യൂസ് ചെയ്തതുകൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും കറുത്ത കണ്ണുനീർ വരികയാണ്. വെനസ്ഡേ കാൽപ്പിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾ മരിച്ചു കിടക്കുകയാണ്. അയാളുടെ വായിൽ നിന്ന് കുറേ കാക്കകൾ പറന്നു പോകുന്നു. അവൾക്കിപ്പോൾ പഴയ പോലെ സൈക്കിക് എബിലിറ്റി ഒന്നും യൂസ് ചെയ്തിട്ട് വിഷൻസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. അവിടെ വെച്ച് അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവളുടെ അച്ഛൻ വന്നിട്ട് അവളെ രക്ഷിക്കുകയാണ്. പക്സ്ലി ഔട്ട്കാസ്റ്റിൻ്റെ സോംബി ഡെഡ് ബോഡിയെ യൂജിന് കാണിച്ചു കൊടുക്കുന്നു. സ്ലർപ്പ് എന്നാണ് ആ സോംബിക്ക് അവർ പേരിട്ടത്. വെനസ്ഡേ എന്നിഡിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്നിഡിൻ്റെ ഫോണിലേക്ക് കാൽപ്പിൻ്റെ ഫോണിൽ നിന്നൊരു മെസ്സേജ് വരുന്നു. ഐ സീ യു വെനസ്ഡേ, ഐ വിൽ നോട്ട് ബി ഇഗ്നോർഡ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ കാൽപ്പ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞല്ലോ. അന്നേ ദിവസം അക്കാദമിയിൽ പ്രാങ്ക് ഡേ ആണ്. അതുകൊണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാങ്ക് ചെയ്യുന്നുണ്ട്. പിയാങ്ക എന്ന കുട്ടിക്ക് എല്ലാവരുടെയും മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോംബി ഈ സമയം പക്സ്ലി കൊടുത്ത സാൻഡ്വിച്ച് കഴിച്ചിട്ട് അവർ കാണാതെ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇതേ സമയം ഗുഡിയുടെ ബുക്ക് വെനസ്ഡേയുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യസ് തിങ്ങിൻ്റെ കയ്യിൽ നിന്നും അപഹരിക്കാനായിട്ട് ശ്രമിക്കുന്നു. വെനസ്ഡേ ടൈലറിനെ കാണാനായിട്ട് ചെല്ലുന്നു. ടൈലർ ഇതേ സമയം എന്നിഡിനെ കൊല്ലുമെന്ന് വെനസ്ഡേയോട് വെല്ലുവിളിക്കുകയാണ്. അവന് തിരികെ നല്ല ചുട്ട മറുപടി കൊടുത്തിട്ട് വെനസ്ഡേ തിരികെ പോകുകയാണ്. പിയാങ്ക പ്രിൻസിപ്പൽ ഡോഡ്സിൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അത് നടക്കുന്നില്ല. കാരണം അയാളുടെ കയ്യിലൊരു ആൻറ്റിക് വസ്തു ഉണ്ട്. വെനസ്ഡേ തിരികെ റൂമിലെത്തുമ്പോൾ അവിടെ എന്നിഡിനെ കാണാനില്ല. തിങ്ങിനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതേ സമയം തറയിൽ കിടന്ന് എന്നിഡിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ 30 മിനിറ്റ് ടൈം തരാം, അതിനുള്ളിൽ എന്നിഡിനെ രക്ഷിച്ചില്ലെങ്കിൽ അവൾ മരിച്ചു പോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. വെനസ്ഡേ ഇയാങ്കോ ടവറിലേക്കാണ് പോകുന്നത്. അവിടെ എന്നിഡിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവളുടെ മുകളിലായിട്ട് ഒരുപാട് കത്തികൾ തൂക്കിയിട്ടിട്ടുണ്ട്. ചെറിയൊരു അനക്കം പോലും ആ കത്തികൾ താഴെ വീഴാൻ കാരണമാകും. തിങ് അവരെ രക്ഷിക്കാനായിട്ട് പോകുമ്പോൾ അവനൊരു കെണിയിൽ വീഴുകയാണ്. അവിടെ ആയിട്ടൊരു ടൈപ്പ് റൈറ്റർ ഉണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ടൈപ്പ് ചെയ്താൽ മാത്രമേ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന കത്തികൾ താഴെ വീഴുന്നത് സ്റ്റോപ്പാകൂ. വെനസ്ഡേ കറക്റ്റായിട്ട് ഉത്തരം കണ്ടുപിടിച്ച് അവരെ അതിൽ നിന്നും രക്ഷിക്കുന്നു. ഇപ്പോഴാണ് കൈകൊട്ടി ഒരാൾ വരുന്നത്. ആഗ്നസ് നെബല്ലയാണത്. അവൾ വെനസ്ഡേയുടെ ഒരു ആരാധികയാണ്. അവൾക്ക് വെനസ്ഡേയോട് കൂട്ടുകൂടാൻ മാത്രമാണ് ഇങ്ങനൊരു പ്രാങ്ക് ചെയ്തത്. ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളിൽ അവൾക്ക് യാതൊരു പങ്കുമില്ല. എന്നാൽ ഈ കൊലപാതകങ്ങൾ തെളിയിക്കാൻ വെനസ്ഡേക്ക് അവൾ കൂട്ടാകാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇതേ സമയം തന്നെ പിയാഗെ മോർട്ടീഷ്യയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. വെനസ്ഡേ തിരികെ ചെല്ലുമ്പോൾ ഗുഡ്ഡേയുടെ ബുക്ക് അവളുടെ അമ്മ മോർട്ടീഷ്യ കൊണ്ടുപോയിരിക്കുന്നു. ഇതേ സമയം സോംബി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സാറിനെ ആക്രമിക്കുകയാണ്.